നമസ്കാരം, ഞാൻ ഡോക്ടർ നബ്ല. എല്ലാവർക്കും നബ്ല സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിലാണെങ്കിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുത്ത് റീൽസിലും ഒക്കെ തന്നെ വളരെയധികം ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒന്നുമില്ല, എന്താണ് HMPV വൈറസ്? HMPV വൈറസിന് നമ്മൾ പേടിക്കേണ്ടതുണ്ടോ? എന്തൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ? ഇതിനെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ കെയറുകളാണ് എടുക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണുന്നത്. അപ്പം HMPV വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മുടെ കൊറോണ വൈറസ് പോലെയോ അല്ലെങ്കിൽ H1N1 പോലെയോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ലാത്ത ഒരു വൈറസാണ് HMPV വൈറസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. നമ്മുടെ ശരീരത്തിൽ സാധാ നമുക്ക് ജലദോഷപ്പനി ഉണ്ടാക്കുന്ന പോലെ തന്നെയുള്ള സിംറ്റംസും കാര്യങ്ങളും മാത്രമാണ് ഈ ഒരു വൈറസ് ഉണ്ടാകുന്നത്. പലപ്പോഴും നമ്മൾക്ക് ശരീരത്തിൽ വന്നു പോയിട്ടുള്ള ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു HMPV വൈറസ് ആയിരിക്കാം. നമ്മൾ പലപ്പോഴും നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ജലദോഷങ്ങളോ അല്ലെങ്കിൽ തൊണ്ടവേദനയോ അല്ലെങ്കിൽ പനിയോ ഒന്നും തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യാറില്ല. അത് നോർമലി നമ്മൾ അതിന് പ്രത്യേക ഒരു കെയർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് മെഡിസിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ വേറെ ഒരു സിവിയർ കണ്ടീഷനിലോട്ട് പോകാതെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹീലാകുന്ന ഒരു വൈറസ് മാത്രമാണ് ഈ ഒരു HMPV വൈറസ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ കുറച്ചായിട്ട് ഒരു 7-8 അല്ലെങ്കിൽ ഒരു നിയർലി ഒരു 10ൻ്റെ അടുത്തൊക്കെ കേസുകൾ നമുക്ക് കേരളത്തിലും കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലും റിപ്പോർട്ട് ചെയ്യുന്നു വരുന്നതിൻ്റെ പ്രധാന കാരണം നമ്മളത് ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാതെ നമ്മൾ എല്ലാ ആൾക്കാരെയും ടെസ്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നമ്മളുടെ പല ആൾക്കാരുടെയിൽ വന്നു പോയിട്ടുള്ള ഒരു അസുഖം മാത്രമാണ് ഈ HMPV വൈറസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ HMPV വൈറസിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. അത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന പനി, ജലദോഷം, അതുപോലെ തന്നെ തൊണ്ടവേദന, ചുമ, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെയും ലക്ഷണങ്ങൾ. ഇതൊരിക്കലും ഒരു സിവിയർ കണ്ടീഷനിലോട്ടോ അല്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ ലെവൽ കുറയുന്ന ഒരു കണ്ടീഷനിലോട്ടോ ഒന്നും തന്നെ ഇത് പോകുന്നില്ല. നമ്മൾ നോർമലി നമ്മുടെ ഓരോ ക്ലൈമറ്റ് മാറും, അതായത് പ്രത്യേകിച്ച് ഈ ഒരു തണുപ്പ് കാലത്ത് അല്ലെങ്കിൽ ഒരു മഞ്ഞുകാലം ആകുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും വന്നു പോകുന്ന ഒരു സാധാരണ ഒരു ജലദോഷ പനി മാത്രമാണ് ഈ ഒരു HMPV വൈറസ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരിക്കലും നമ്മൾ ഈ HMPV വൈറസിനെ ഒരു ഭീകരനായി കണ്ട് അത് ഇത്രയും സോഷ്യൽ മീഡിയകളിലൊക്കെ ഹൈപ്പ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് എങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നോർമലി എല്ലാവർക്കും പേടി വരികയാണ്. എന്തോ ഒരു വൈറസ്, പ്രത്യേകിച്ച് ചൈനയിൽ അത് ഫസ്റ്റ് കണ്ടെത്തിയത് കൊണ്ട് തന്നെ നമുക്ക് കൊറോണ വൈറസ് അവിടെ ഫസ്റ്റ് ഡയഗ്നോസ് ചെയ്തപ്പോൾ നമ്മൾ അത്ര വലിയൊരു ഇതായി എടുത്തില്ല, സീരിയസ് ആയിട്ട് എടുത്തില്ല. പിന്നീട് അത് ഒരുപാട് പേര് മരണപ്പെടുകയും പിന്നീട് വരുമ്പോഴാണ് നമ്മളത് ഭയപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ കൊറോണ വൈറസ് പോലെ ഒരിക്കലും പേടിക്കേണ്ട ഒരു അസുഖം മാത്രമല്ല ഈ HMPV വൈറസ് ഉണ്ടാക്കുന്നത്. നോർമലി നമ്മൾക്ക് 20 വർഷം മുമ്പേ പല കാലങ്ങളായിട്ട് നമുക്ക് പലപ്പോഴും എല്ലാവർക്കും വന്നു പോയിട്ടുള്ള ഒരുവിധം പനി, ജലദോഷം, തൊണ്ടവേദന ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടായിട്ടുള്ള ഇത് ഒരുപക്ഷെ ഈ ഒരു HMPV വൈറസ് തന്നെ ആയിരിക്കും. ഇനി പ്രധാനമായിട്ടും ഈ HMPV വൈറസ് ആർക്കാണ് ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അത് പ്രധാനമായിട്ടും ചെറിയ കുട്ടികൾക്ക്. അത് HMPV വൈറസ് എന്നല്ല, ഏതൊരു ശ്വാസകോശ സംബന്ധമായിട്ട്, അതായത് നമുക്ക് പ്രധാനമായിട്ട് ചുമ, ജലദോഷം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയ കുട്ടികൾക്ക്, അതായത് 2 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അവരുടെ മൂക്കിലെ നേസൽ ഹോളൊക്കെ വളരെ ചെറുതായിരിക്കും. അതുപോലെ തന്നെ ഇന്റേണൽ ഓർഗൻസും വളരെ ചെറുതായിരിക്കും, ലങ്സൊക്കെ ചെറുതായിരിക്കും. അപ്പോൾ അവർക്കെന്ന് പറയുമ്പം അത് മൂക്കടപ്പും ജലദോഷമൊക്കെ വരുമ്പോൾ ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അവർക്ക് ചുമ വരും. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇതിന് കറക്റ്റ് കെയറും അതുപോലെ തന്നെ മെഡിസിൻസും നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഈസി ആയിട്ട് തന്നെ അത് മാറാവുന്നതേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് തന്നെ ഇവരുടെ ഒക്കെ ഈ ചെറിയ ഓർഗൻസ് ഒന്നും അധികം മെച്യൂർഡ് ആവാത്തത് കൊണ്ട് തന്നെയാണ് ഈ പനി നീണ്ടിട്ട് അവർക്ക് ന്യൂമോണിയ വരുന്നതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അല്ലാതെ ആ ഒരു വൈറസ് ഒരു ഭീകരനായതുകൊണ്ട് ഒന്നും അല്ല. പിന്നെ നമ്മൾക്ക് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഈ ആസ്മ പേഷ്യൻസിനൊക്കെ അതുപോലെ തന്നെ COPD ഉള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു വൈറസും കൂടി ഈ ഒരു വൈറസും കൂടി നമ്മളുടെ ശരീരത്തിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഉള്ള അസുഖം ഒന്നും കൂടി കൂടും അല്ലെങ്കിൽ ഒന്നും കൂടി സിവിയർ ആവുന്നേ ഉള്ളൂ. അത് അവർ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കേഷനും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരാൾക്കും വേഗത്തിൽ മാറാവുന്ന, പേടിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു അസുഖം മാത്രമാണ് ഈ HMPV വൈറസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ